സോ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന നിങ്ങൾ കാത്തിരുന്ന ആ ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ്. അതായത് PTron എന്ന് പറഞ്ഞത് ഏകദേശം നിങ്ങൾ കാണാൻ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നത് 8 മണിക്കായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു റിവ്യൂ ആണ്. ഈ PTron അത് നമ്മൾ ഓൾറെഡി ഷോർട്ടിലിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ ബ്രോ അൺബോക്സ് വരാത്തതെന്ന്, കുറച്ച് ഡിലേ ആയി പോയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ അൺബോക്സും ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഇത് കാണാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഫ്രണ്ട്സ്. അതേപോലെ തന്നെ ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ അല്ല, ഓക്കെ, പെയ്ഡ് പ്രൊമോഷൻ അല്ല. അതേപോലെ തന്നെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന മിസ്റ്റർ നന്ദു ടെക് യൂട്യൂബ് ചാനലാണ്. ഞാനാണ് നന്ദു. അപ്പോൾ ഈ ഒരു പറയാനുള്ള ചെറിയൊരു കാരണമുണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, എന്താ ചെയ്യാനാ, പറഞ്ഞേ പറ്റുള്ളൂ, അതുകൊണ്ടാണ് ഇത് പെയ്ഡ് പ്രൊമോഷൻ അല്ല. അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോകാം, ലെറ്റ്സ് ഗോ. ഓക്കെ ഫ്രണ്ട്സ്, നമ്മൾ ആദ്യമായിട്ട്, അതായത് ഫസ്റ്റ് ടൈമായിട്ട് നമ്മളൊരു ബോക്സ് തുറക്കുമ്പോൾ സാധാരണ ബോക്സിൽ ഒരു ബുക്കെല്ലാം കാണാം. ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ PTronൻ്റെ ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തുറക്കുമ്പോൾ തന്നെ ഫസ്റ്റ് തന്നെ കാണുന്നത് ഇതിൻ്റെ ഒരു കാർഡാണ്, മാനുവൽ കാർഡ്. ഈ മാനുവൽ കാർഡാണ് കാണുക, മാനുവൽ കാർഡും ഗൈഡ് കാർഡും. അതായത് ഇത് എന്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ള ആ ഒരു കാർഡാണ് കാണുക. ഓക്കെ, പിന്നെ രണ്ടാമത് നമുക്ക് പ്രൊഡക്റ്റിലേക്ക് വരാം. ഈ സാധനം നമുക്ക് സൈഡോട്ട് മാറ്റി വെക്കാം. ഓക്കെ, ഈ സാധനം സൈഡോട്ട് മാറ്റി വെക്കാം. നമുക്ക് പ്രൊഡക്റ്റിലേക്ക് വരാം. പ്രൊഡക്റ്റിലേക്ക് വരുമ്പോൾ നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലോ, ഗൈഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര സമയം ടൈം റീചാർജ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് കാണണം, എത്ര ടൈം കേൾക്കാൻ പറ്റും എന്നുള്ളതെല്ലാം അതിൻ്റെ അകത്ത് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. പിന്നെ ഏകദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൊഡക്റ്റിലേക്ക് വരുമ്പോൾ സാധാരണ നമ്മൾ പ്രൊഡക്റ്റിലേക്ക് വരുമ്പോൾ ഒരു പാക്ക് ഇതേമാതിരി ഒരു കവറിൽ ഇതിൻ്റെ ബോക്സ് ഉണ്ടാവും. അതെന്ന് വെച്ചാൽ ചെറിയൊരു ബോക്സ്. ആ ഒരു ബോക്സ് മാറ്റി വെച്ചിട്ട് നമുക്ക് ആ ബോക്സിൻ്റെ സാധനങ്ങളെല്ലാം മാറ്റി വെച്ച് ഈ ബോക്സിലാണ് ഈ സാധനം ഉണ്ടാവുക. ഏകദേശം ഇത് നമ്മുടെ ഈ ഇയർബഡ് സൈഡിൽ അപ്പുറത്തിപ്പുറത്തായിട്ട് വെച്ചിട്ടുണ്ടാവും. അതെടുക്കുക, ഇതിൻ്റെ അകത്ത് വെക്കുക. ഓക്കെ, ഈ സാധനങ്ങളെല്ലാം വെച്ചിട്ട് നോക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ സ്പെസിഫിക്കേഷനിലേക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഇതിൻ്റെ മെയിനായിട്ട് ഡീറ്റെയിൽസ് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കണക്ടിവിറ്റി അഡ്വാൻസ്ഡ് വയർലെസ് ആണ്. അതായത് കണക്ടിവിറ്റി അഡ്വാൻസിൻ്റെ നിങ്ങൾക്ക് മീനിങ് അറിയായിരിക്കും. എന്താ പറയുക, അഡ്വാൻസ് വയർലെസ് ആണ്. അതേപോലെ തന്നെ വയർലെസ് റേഞ്ച് 10 മീറ്റേഴ്സ്. അതായത് ഈ ഒരു 10 മീറ്റേഴ്സ് വരെ പോയാലും നമുക്ക് ഈ ഒരു ബ്ലൂടൂത്തിൻ്റെ ഫോൺ വെച്ച് നമ്മൾ ഒരു 10 മീറ്റേഴ്സ് മാറി നിന്നാലും നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു പ്രോബ്ലവും ഉണ്ടാവില്ല. ഓക്കെ, കട്ടാവുന്ന പ്രോബ്ലം ഉണ്ടാവില്ല. 10 മീറ്റേഴ്സ് വരെ നമുക്ക് പോകാൻ പറ്റും. അത്രയും ഇതാണ്. പിന്നെ വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പീക്കർ ഡ്രൈവ് 13mm ഡൈനാമിക്കാണ് വരുന്നത്. അതേപോലെ തന്നെ ടോട്ടൽ പ്ലേബാക്ക് ടൈം വിത്ത് കേസ് 32 hours ടോട്ടൽ പ്ലേബാക്ക് ടൈം കിട്ടുന്നുണ്ട് ഇതിന്. അതേപോലെ തന്നെ ഇതിന് ചാർജിങ് ഇൻപുട്ട് DC 5V1A ആണ് വരുന്നത്. അതേപോലെ തന്നെ Type-C ആണ് വരുന്നത്. ഇക്കോ ബാറ്ററി ഇയർബഡിൻ്റെ ബാറ്ററി വന്നിട്ട് 35 mAh ഈച്ച് വരുന്നത്. 1.5 hour ടൈം ഉണ്ടാവും, ചാർജിങ് ടൈം ഉണ്ടാവും. 1.5 hours ചാർജിങ് ടൈം ഉണ്ടാവും. ആ 1.5 hours മാത്രമേ ചാർജിങ് ടൈം ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ചാർജിങ് ടൈം നിൽക്കും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാർജ് വേഗം കയറും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, പിന്നെ കേസ് ബാറ്ററി വന്നിട്ട് 300 mAh ബാറ്ററിയാണ്. 1 hour ചാർജിങ് ടൈം. 1 hour ചാർജിങ് ടൈം. അതായത് ആ ഒരു ബാറ്ററി ചാർജ് ചെയ്യണമെങ്കിൽ 1 hour ചാർജിങ് ടൈം മതി. നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് 1.5 hours ചാർജിങ് ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഇയർബഡിലേക്ക് ചാർജ് കയറേണ്ട ടൈമാണ് പറയുന്നത്. ഓക്കെ, ഓരോ ഇയർബഡിൻ്റെയും ചാർജ്. അതേപോലെ നമുക്ക് ഈ സാധനം വെക്കുന്നതിൽ ഇതിലോട്ട് ഒരു ബാറ്ററി ഉണ്ട്, അതിൻ്റെ ഒരു ചാർജിങ് ടൈമാണ് പറഞ്ഞ് 1 hour ചാർജിങ് ടൈം. ആക്ച്വലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സാധനം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു സാധനത്തിൽ ചാർജ് കയറിക്കണമെങ്കിൽ ഇത് ചാർജ് കുത്തുന്നതിന് പകരം നമ്മുടെ ആ ഒരു ബോക്സിനാണ് ചാർജ് കയറുന്നത്. ആ ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ചാർജ് കയറും. അങ്ങനെ എന്താണ് പറയുന്നത് കേട്ടെ. PTronൻ്റെ ഒരു അടിപൊളി സാധനമാണ്. സ്പെസിഫിക്കേഷൻ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ പെട്ടെന്ന് തന്നെ കോൾ വിളിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു കോൾ പെട്ടെന്ന് തന്നെ വരാമെന്ന് വിചാരിക്കുക. നമ്മൾ ആ ഒരു ചെവിയിൽ ഇയർബഡിൽ വെച്ചത് എടുത്തുനിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഓൺ ആകും. അങ്ങനെ നമുക്കിപ്പോൾ ഒരു എന്താ പറയുക, പെട്ടെന്ന് തന്നെ നിൽക്കുമ്പോൾ ഒരു 2 പ്രാവശ്യം നെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് പാട്ട് ഓട്ടോമാറ്റിക് ഓണാവും. അതേപോലെ തന്നെ ഒരു 3 പ്രാവശ്യം നെക്കി കഴിഞ്ഞാൽ നമ്മൾ റിപ്പീറ്റ് കോൾ ഉണ്ടാവും. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസും ഇതിൻ്റെ ആ ഒരു സംഭവത്തിനുണ്ട്, ഇയർബഡിൽ തന്നെ ഉണ്ട്. പിന്നെ
ഫൈനലായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഈ പാട്ട് കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവരും കാര്യം ഈ ഇയർബഡ് ഈ ചെവിയിലെ നല്ല വൃത്തിക്ക് ഇട്ട് നിൽക്കാൻ പറ്റുന്നുണ്ട്. ചെവിയിലെ നല്ല വൃത്തിക്ക് ഇട്ടിട്ട് അവിടെ നിന്നിട്ട് നമുക്ക് സൂപ്പറായിട്ട്, അതായത് വെച്ച് കഴിഞ്ഞാൽ ചെവിൻ്റെ അവിടെ നമ്മളിങ്ങനെ വെച്ചിട്ട് ഒരാളോട് വർത്താനം പറയുകയാണെങ്കിലും നല്ല ക്ലിയർ ആയിട്ട്, പിന്നെ നോയ്സ് ഒന്നും വരില്ല. നമ്മൾ ഈ ഒരു ഇത് വെച്ചിട്ട് ഇയർബഡ് വെച്ചിട്ട് നമ്മൾ പാട്ട് കേൾക്കുക അല്ലെങ്കിൽ ചറപറ വർത്താനം പറയുകയാണെങ്കിൽ ആക്ച്വലി ഉള്ളത് നമ്മൾ വേറെ ആൾ നമ്മളോട് വർത്താനം പറയുന്നത് നമ്മൾ ഈ ഇയർബഡിലോട്ട് കേൾക്കുകയാണെങ്കിൽ ആക്ച്വലി പുറമേക്കുള്ള ഒരാൾ വർത്താനം എന്തെങ്കിലും പറഞ്ഞാൽ അത് കേൾക്കില്ല. മെയിനായിട്ട് പാട്ട് സൂക്ഷിക്കുക. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഇയർബഡ് വെച്ച് പോകുന്ന സമയത്ത് നമ്മൾ ചുറ്റും റോട്ടിലോട്ട് വണ്ടി പോകണടിച്ചാൽ ഒന്നും കേൾക്കില്ല. അത്രയ്ക്ക് നോയിസ് ക്യാൻസലേഷൻ കൊടുത്തിട്ടുണ്ട് ഇവർ ഈ ഒരു സാധനത്തിന്. ഈ ഒരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുറ്റുള്ളത്, എൻ്റെ മോനെ ചുറ്റുള്ളതൊന്നും കാണാൻ പറ്റില്ല സാറേ എന്ന് പറയുക, ആ ഒരു അവസ്ഥയാണ് വരുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത്ര തന്നെ കാര്യമുള്ളൂ. അതേപോലെ തന്നെ ഇതിൻ്റെ വെറൈറ്റി സ്റ്റൈൽ, ഇതിൻ്റെ കളർ വന്നിട്ട് ബ്ലാക്ക്, വൈറ്റ്, ബ്ലൂ, ഈ 3 കളറിലാണ് ഇത് അറിയപ്പെടുന്നത്. ആക്ച്വലി ഇതൊരു യമണ്ടൻ സാധനമാണ്. എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ റിവ്യൂ വരുമെന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ഇട്ടുണ്ടായിരുന്നു, ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ആക്ച്വലി കുറേ എന്തൊക്കെയോ കാരണം കൊണ്ട് ഇടാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്നത് സാധിച്ചു. എന്തായാലും പുതിയതായി ആരെങ്കിലും എൻ്റെ ചാനൽ കാണാനും ലൈക്കും സബ്സ്ക്രൈബും വെക്കാൻ മറക്കരുത് ഫ്രണ്ട്സ്. സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് ഫ്രണ്ട്സ്. അതേപോലെ തന്നെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇയർബഡ് നിങ്ങൾക്ക് വാങ്ങേണ്ട ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ലിങ്കിൽ കൊടുക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ എന്തായാലും നെക്സ്റ്റ് ഒരു വീഡിയോ കാണാം. നമ്മൾ തമ്മിൽ കാണുന്നതായിരിക്കും. ഇറ്റ്സ് മീ മിസ്റ്റർ നന്ദു ടെക് സൈനിങ് ഔട്ട്. ബൈ.